ചേട്ടാ നമ്മുടെ വണ്ടി പാഷൻ പ്രോ വണ്ടി സർവീസിന് കയറ്റിയില്ല. അപ്പോൾ സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക, വേറെ കുഴപ്പമില്ല. അതുപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്ററും കുഴപ്പമൊന്നുമില്ല, നല്ല എയർ ഫിൽറ്ററാണ്, അത് നമുക്ക് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ പ്ലഗ് ആയാലും ഇത് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല, പ്ലഗ് നമുക്ക് ക്ലീൻ ചെയ്തിടാം. ഇപ്പോൾ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ പാഡൊക്കെ ഉണ്ടോ മാക്സിമമാണ്. ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡൊക്കെ തീരാറായി തന്നെ തീർന്നു, ഒന്നും നട്ടിൽ കയറി പിടിക്കാൻ തുടങ്ങിയായി. ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഡിസ്കിൻ്റെ പാഡ് മാറണം. അതുപോലെ തന്നെ ഈ ഡിസ്കിൻ്റെ ഈ രണ്ട് പിസ്റ്റണും ടൈറ്റാണ്, ജാമായിട്ടിരിക്കുകയാണ്. പുതിയ പാഡ് മാറുമ്പോൾ രണ്ട് പിസ്റ്റണും കൂടി നമുക്ക് അയച്ച് ക്ലീൻ ചെയ്യണം. പിസ്റ്റൺ അയച്ച് ക്ലീൻ ചെയ്ത് ഫുൾ അയച്ച് റീസെറ്റ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ഉള്ളിൽ ഈ രണ്ട് പിസ്റ്റണിൽ 4 ഓറിഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലിവറിൻ്റെ കൂടെ ഒരു MC കിറ്റ് മാസ്റ്റർ സിലിണ്ടർ പറഞ്ഞിട്ടുള്ള ഒരു പാർട്സും കൂടി വേണമല്ലോ. ഇതൊക്കെ അത് അയച്ച് ക്ലീൻ ചെയ്ത് ആ MC മാറിയിട്ട് വേണം നമുക്കത് റീസെറ്റ് ചെയ്യാം. എന്നാണ് ആ ഡിസ്കിൻ്റെ പിസ്റ്റൻ്റെ ടൈറ്റ് നമുക്കത് മാറി കിട്ടുള്ളൂ. അപ്പോൾ ആ ഡിസ്ക് പാഡ് മാറുമ്പോൾ അതും ചേഞ്ച് വരും. അതുപോലെ തന്നെ ഈ തുറക്കുന്നുണ്ട്, ഇതിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പുറത്ത് ചെയ്യുമ്പോൾ 2 കൂടി ചെയ്യണം. 2 പുറത്ത് കഴിച്ച് അതിൻ്റെ ഓയിലൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ പിന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എഞ്ചിൻ ഓയിൽ ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് മാറ്റാറായിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റണമെങ്കിൽ അതൊന്ന് പറയുക. അതുപോലെ തന്നെ ഒരു പുകയുടെ കംപ്ലയിൻറ്റ് പറഞ്ഞു. അപ്പോൾ സൈലൻസിൻ്റെ നല്ല രീതിയിൽ ബ്ലാക്ക് കറുത്ത പുക പോകുന്നുണ്ട് സൈലൻസിൻ്റെ ഉള്ളിൽ. അതിൻ്റെ കംപ്ലയിൻ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഈ ഇഞ്ചിൻ്റെ ഈ ഒരു പോർഷൻ അയച്ച് നോക്കണം. ഈ ഹെഡും ഈ സിലിണ്ടർ അയച്ച് ഈ സിലിണ്ടറിന് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് നമുക്കത് അയച്ച് നോക്കേണ്ടി വരും. എന്നാലും അത് പറയാൻ പറ്റില്ല. പക്ഷേ അത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ചിലവും കൂടുതലാണ്, സമയം വേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. അത് നോക്കിയിട്ടൊന്ന് പറയണം. എന്നിട്ട് ഏത് രീതിയിൽ വർക്ക് ചെയ്യുമ്പോഴേക്ക് അങ്ങനെ ചെയ്യാൻ നമുക്ക് ഈ ഡിസ്ക് പാഡ് മാറ്റാം. അതുപോലെ ഫ്രണ്ട് ഷോക്ക് അബ്സോർബർ അതിൻ്റെ ഓയിൽ സീലുകളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.